അപ്പോൾ ഇന്ന് മറിയത്തിൻ്റെ സ്കൂളിലെ PT ആണ്. അപ്പോൾ അതിന് പോകാൻ റെഡിയായി ഇരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരുങ്ങി ഹസ്ബൻഡിനെ നോക്കി ഇരിക്കുകയാണ്. എപ്പോൾ വരും നാൾ വന്ന് റെഡിയായപ്പോൾ ഒരു സമയമായി. അങ്ങോട്ട് ചെന്നപ്പോഴും അതാ ട്രെയിൻ. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതൊരു 1.5 ട്രെയിനായിപ്പോയി. എനിക്കത് 2 ട്രെയിൻ കൂട്ടിക്കെട്ടി പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഇവിടെ ഇങ്ങനെ ഗുഡ്സ് ആർ സർവീസ് ഒരുപാട് പോകുന്നുണ്ട് കേട്ടോ. യാത്രക്കാരെ കൊണ്ടുവന്ന ട്രെയിനേക്കായി ഗുഡ്സ് പോകുന്നതാണ് ഏറ്റവും കൂടുതൽ. പിന്നെന്താ നമ്മുടെ റോഡിൻ്റെ ഗതി. ഇവിടുത്തെ റോഡ് അതോ ഗതിയാണ്. ഇവിടെ കൂടുതലും കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളിട്ടാണ് റോഡുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വിടുന്നത്. അപ്പോൾ ടയർ കയറുമ്പോൾ ടയർ പഞ്ചർ, ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ഗുജറാത്തിലെ അവസ്ഥയാട്ടോ പറയുന്നത്. എല്ലാ സ്ഥലത്തും കാണത്തില്ല, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയൊക്കെയാണ്. അപ്പം മറിയത്തിൻ്റെ ക്ലാസ് റൂമായത്. അവിടെ പോയി നല്ല പേപ്പറൊക്കെ നോക്കി കുഴപ്പമില്ല, മാർക്കൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു കടയിൽ കയറി കേട്ടോ. സെയിൽ കണ്ടുകൊണ്ട് കയറിയതാണ്. മറിയത്തിന് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു. എല്ലാ ഡ്രസ്സും കുട്ടിയായിപ്പോയി. എത്ര വലുതായെടുത്താലും കുഞ്ഞുങ്ങൾ വേഗം വളർന്നുകൊണ്ട് എല്ലാം അങ്ങനെ കൊച്ചതായി പോയിട്ട് 2-3 ഡ്രസ്സ് അത്യാവശ്യത്തിന് എടുത്ത്. ഓഫർ കണ്ടാലല്ലേ നമ്മൾ കയറത്തുള്ളൂ. ഇപ്പോൾ ഓഫറിൻ്റെ ചാകരയും സീസണുമാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്